നമ്മളൊക്കെ പിറന്നു വീഴുന്നത് അടിമത്തത്തിൽ കഴിയുന്ന ഒരു മനുഷ്യരാശിയുടെ മക്കളായിട്ടാണ്. അതുകൊണ്ട് ജന്മനാലേ നമ്മൾ അടിമകളാണ്, പിശാചിൻ്റെ അടിമകളാണ്. പിശാചിന് പാപമുണ്ട്, ആ പാപത്തിൻ്റെ അടിമയാണ് നമ്മൾ. അതിൻ്റെ ഫലമായിട്ട് അനേകം പാപങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടു പോവുകയാണ്. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ തിന്മ ചെയ്തു പോകുന്നു. നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ പാപം കൊണ്ട് നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരാണ്. പിശാച് നമ്മളെ അടിച്ചമർത്തി. നമ്മുടെ ആത്മാവിൽ ജീവനില്ല, നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ല, നമ്മുടെ ശരീരത്തിലൊക്കെ രോഗം, നമ്മുടെ കുടുംബത്തിലൊക്കെ അടിയും പിടിയും വഴക്കും, ഐക്യമില്ല, സ്നേഹമില്ല, കുടുംബങ്ങൾ തമ്മിൽ അകലുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ തന്നിൽ വേർപെട്ട് 29,000 സഭകളായി മാറി. ഇതൊക്കെ പിശാച് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളാണ്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് യേശുവുമായിട്ടുള്ള ബന്ധം, അവർക്ക് വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ ജീവനാകുന്ന യേശുവുമായിട്ടുള്ള ബന്ധം അവർ ബന്ധപ്പെടുന്നത് അവർ കണ്ടുപിടിച്ച മാർഗങ്ങളിലൂടെയാണ്. ഇതാണ് അടിമത്തം. ഇവിടുന്നാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് മോചിപ്പിക്കാനായിട്ടെന്ന്. പിന്നെയും ആ വചനം പറയുന്നു, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാൻ. ആരാണ് അന്ധര്? ഈ കണ്ണ് കാണാൻ പാടില്ലാത്തവരാണോ? ഇവിടെയാണ് നമ്മൾ വീണ്ടും ആത്മീയമായിട്ട് കാണേണ്ടത്. ആത്മീയമായിട്ട് നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുക. നമുക്ക് ഒരു സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടില്ല, ദൈവികമായ ഒരു കാഴ്ചപ്പാടില്ല. ജീവന്റെ വിഷയത്തിൽ നിന്നും വേർപെട്ടു പോയ ആദ്യ മാതാപിതാക്കന്മാരുടെ ആത്മീയ കണ്ണടഞ്ഞപ്പോൾ അവരുടെ ശാരീരികമായ കണ്ണുകൊണ്ടാണ് അവർ കണ്ടത് അവർ നഗ്നരാണെന്ന്. ആത്മീയമായിട്ട് അവർ കണ്ണടഞ്ഞു പോയി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു സഭയെ നോക്കി യേശു പറയുകയാണ്, നിങ്ങൾ അന്ധരാണ്, നിങ്ങൾ നഗ്നരാണ്. എന്താണ് ഈ നഗ്നത? ആത്മാവിലുള്ള നഗ്നത. നമ്മുടെ ആത്മാവിനെ ദൈവം ഒടിപ്പിച്ചത് യേശുവാകുന്ന വചനം കൊണ്ടാണ്. യേശുവിനെ മാറ്റി നിർത്തിയപ്പോൾ, വചനത്തെ മാറ്റി നിർത്തിയപ്പോൾ ആത്മാവിൽ നഗ്നരായി, ആത്മാവിൽ അന്ധരായി. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം വായിക്കുന്നുണ്ട്, അനേകരിന്ന് വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. ബുദ്ധി കൊണ്ട് വായിച്ചതും ബുദ്ധി കൊണ്ട് പഠിച്ചതും ബുദ്ധി കൊണ്ട് പ്രസംഗിക്കുന്നു, ബുദ്ധി കൊണ്ട് കുറച്ച് പേര് കേൾക്കുന്നു. നമുക്ക് മോചനം കിട്ടുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അഭിനയിക്കാം, അനുഭവമുണ്ടെന്ന് നമുക്ക് അഭിനയിക്കാം. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ആരെതിരെ വന്നാലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കും. മനുഷ്യരെ പേടിച്ചും വേറെ ആരെങ്കിലും പേടിച്ച് നമ്മൾ സത്യങ്ങൾ മറച്ചു വെക്കത്തില്ല. യേശുവിന് വേണ്ടി ജീവിച്ചവരൊക്കെ യേശുവിന് വേണ്ടി പീഡകൾ സഹിച്ചവരാണ്. അതിനുള്ള തൻ്റെ ഇല്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ബോധ്യം വന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു ആത്മീയമായ ഒരു ജീവിതം അഭിനയിക്കുമായിരിക്കും. നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരാ, നമ്മൾ അന്ധര. ഈ ആത്മീയ അന്ധത മാറ്റാനാണ് കർത്താവ് കടന്നു വന്നത്. അതുകൊണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ട് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പേ നമുക്ക് തരുന്ന മാതൃക എന്നതാ. ഓർത്തോണേ, യേശു ദൈവമാണ്, സൃഷ്ടാവായ ദൈവമാണ്. അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അവനിലാണ് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ നിന്ന്, അവൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അവൻ കുറച്ചു നാൾ ചെലവഴിച്ച് അവൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഭൂമിയിലേക്ക് ആരെങ്കിലും വരണമെങ്കിൽ അവൻ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ വരേണ്ടിയിരിക്കുന്നത് കൊണ്ട് ദൈവം ആ പ്രിൻസിപ്പിൾ പാലിച്ച് ഒരു ശരീരത്തിൽ കടന്നു വന്നു. വന്നതിന് ശേഷം നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബത്തിൽ ജീവിച്ച് നമ്മളെ കാണിച്ചു. മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് കാണിച്ചു കൊടുത്തു, അവരുടെ ജോലികളിൽ വ്യാപൃതനായി കാണിച്ചു കൊടുത്തു. 30 വർഷക്കാലം അവൻ എന്ത് ചെയ്യുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ 30 വയസ്സായപ്പോൾ അവൻ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു ചെയ്തു. അവൻ സ്നാപയോഹന്നാനെടുക്കല് വീണ്ടും അവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ അടുക്ക ചെന്നിട്ട് ആ സ്നാപക യോഹന്നാനിലൂടെ അവൻ സ്നാനം സ്വീകരിച്ചു.
അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവനത് കാണിച്ചു. നീ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിരിക്കണം. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ കാര്യമായി പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ ആദ്യമായിട്ട് അവൻ്റെ ദൗത്യം, അവൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവൻ വാ തുറന്നിട്ട് ആദ്യം സംസാരിച്ചതാണ്, ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു. The kingdom of God has come upon you. മത്തായിയുടെ സുവിശേഷം 4:17 മർക്കോസിൻ്റെ 1-ാം അധ്യായത്തിലും നമുക്ക് കാണാവുന്നതാണ്. യേശുവിൻ്റെ വരവിനെ ഒരുക്കുവാനായിട്ട് സ്നാപയോഹന്നാൻ കടന്നു വന്നപ്പോൾ സ്നാപയോഹന്നാനും ആദ്യം പറഞ്ഞത് ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. യേശു വന്നപ്പോൾ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാലും, നിങ്ങൾ ഈ സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ, യേശു പ്രസംഗിച്ച വിഷയം ദൈവരാജ്യമല്ലാതെ മറ്റെന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അവൻ്റെ എല്ലാ പ്രസംഗത്തിലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. അവൻ്റെ ഉപമകൾ മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യമല്ലാതെ മറ്റെന്തെങ്കിലും അവൻ പ്രസംഗിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മലയിലെ പ്രസംഗം കഴിഞ്ഞ് 5000 പേർക്ക് വിശന്നപ്പം 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചു കൊടുത്തു. പക്ഷേ വചനമാണ് കൊടുത്ത ആദ്യമേ. അനേകർ പറയും വചനമല്ല കൊടുക്കേണ്ടത്, ഭക്ഷണം കൊടുക്കേണ്ടതെന്ന്. ഇതൊക്കെ ആത്മീയമായ അന്ധത കൊണ്ടാണ്. മനുഷ്യന് വേണ്ടത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ആത്മാവിൻ്റെ ഭക്ഷണം കൊടുത്താൽ ബാക്കി എല്ലാം കിട്ടുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനുഷ്യനത് തിരുത്തി പറയാനായിട്ട് പറഞ്ഞാൽ എന്ത് കാര്യം? മത്തായി 6:33 യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോട് കൂടി ചേർത്തുകൊള്ളും. നിനക്ക് എന്നാ വേണം? നിന്റെ ദാരിദ്ര്യം മാറണോ? നിന്റെ രോഗം മാറണോ? നിന്റെ ബന്ധനങ്ങൾ മാറണോ? നിന്റെ പ്രശ്നങ്ങൾ മാറണോ? നിന്റെ ദുഃഖം മാറണോ? നിന്റെ ആകുലത മാറണോ? നിന്റെ ഉറക്കമില്ലായ്മ മാറണോ? നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറണോ? എന്ത് പ്രശ്നമാണ്? എല്ലാം നീ ചോദിക്കാതെ കൂട്ടിച്ചേർത്ത് തരാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് കൊടുക്കേണ്ടത് അപ്പമല്ല, ഈ ലോകത്തിൻ്റെ അപ്പമല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള അപ്പം. അത് വചനമാണ്. ഞാൻ ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞത് ഈ വചനമാണ് അപ്പം. ഈ വചനം, ഈ അപ്പം കഴിക്കാതെ വേറെ എന്തപ്പം കഴിച്ചിട്ട് എന്താ കാര്യം? സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. ഇതാണ് യഥാർത്ഥമായ മന്നയാണിത്. ഇത് കൊടുക്കാതെ മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളിലൂടെ അവർക്ക് മോചനം കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത് ആത്മാവിൽ ഒരു കാഴ്ചപ്പാടില്ലാഞ്ഞിട്ടാണ്. യേശു ആ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. അവരോടും പറഞ്ഞത്, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക, പിശാചുക്കളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. യേശുവിൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിയാൽ യേശു സിനഗോഗ് മുതൽ സിനഗോഗിലേക്ക്, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക്, ഗ്രാമത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക്, ആരുടെയെങ്കിലും വീട്ടിൽ പ്രവേശിച്ച അവിടെയും, അവൻ എവിടെ സഞ്ചരിച്ചാലും എവിടെ പോയാലും ആരെ കണ്ടുമുട്ടിയാലും അവന് പറയാൻ ഒന്നേ ഉള്ളൂ, ദൈവരാജ്യം. സമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടി, അവളോട് സംസാരിച്ചതും ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈ വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്നൊരു വെള്ളമുണ്ട്, അത് കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അവൾ സ്വീകരിക്കേണ്ട പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദൈവരാജ്യം വരിക. The coming of the Holy Spirit is the beginning of the kingdom of God in a person. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആരംഭം. പക്ഷെ പരിശുദ്ധാത്മാവ് വെറുതെ കടന്നു വരത്തില്ല, അത് മനസ്സിലാക്കണം. മനുഷ്യൻ കണ്ടുപിടിച്ച ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ എന്തെങ്കിലും നേർച്ചകാഴ്ച ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഭൗമികമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തലേ പരട്ടിയോണ്ടോ ഒന്നും വരികയില്ല. ആരെങ്കിലും തലയെ കൈവച്ചിട്ട് വരത്തില്ല. ദൈവരാജ്യം കടന്നു വരുന്നത് ആദ്യം സുവിശേഷം കേൾക്കണം.